ഹായ് മുത്തുമണീസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഇതുവരെ തന്ന പോലെ ഇനിയും സപ്പോർട്ട് ചെയ്യണേ ഗൈസ്. അപ്പം നമ്മൾ ഇന്ന് മോർണിംഗ് ഉണ്ടാക്കാൻ പോകുന്നത് ചെറുപയർ കറിയും അരി ദോശയാണ്. അപ്പോൾ അരി എന്ന് വെച്ചാൽ തേങ്ങയും ചോറൊക്കെ കൂട്ടിയിട്ട് അരച്ചിട്ടുള്ള വെള്ളം പോലൊക്കെ അരച്ചിട്ട് ചുടുന്ന ദോശയാണ്. ഇതിൻ്റെ റെസിപ്പി വേണ്ടവർ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അരിയൊക്കെ അരച്ചു, ചെറുപയറൊക്കെ നമ്മൾ ഓൾറെഡി അടുപ്പത്ത് വെച്ചു. അപ്പോൾ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും രാവിലെ അല്ലേ നമ്മൾ വീട്ടിലെ കട്ടൻ ചായ നിർബന്ധം. പാൽ ചായ എന്ന് പറയുന്ന അത്ര വലിയ അങ്ങനെ വേണ്ട, എന്നാലും നിർബന്ധമായിട്ട് വേണ്ടത് കട്ടൻ ചായയാണ്. പിന്നെ എനിക്ക് എന്താണെന്ന് അറിയില്ല, ഒരു ചെറിയൊരു തലവേദന ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ആദ്യം തന്നെ ചായയൊക്കെ കുടിക്കാമെന്ന്. അങ്ങനെ ഞാൻ എനിക്കുള്ളത് ചായ വേറെ തന്നെ ഉണ്ടാക്കുക. എന്താ വെച്ചാൽ ഞാൻ മധുരം ഇടൂല, പിന്നെ മസാല ചായപ്പൊടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതങ്ങ് റെഡിയാക്കി അങ്ങനെ ചായയൊക്കെ കുടിക്കുന്ന സമയത്ത് വേഗം ദോശക്കുള്ള ഓടൊക്കെ അടുപ്പത്ത് വെച്ചു. അപ്പോൾ അതിൽ ഈ ഓട് കുറേ വർഷമായിട്ടുള്ളതാണ്. നല്ല എന്താ പറയുക, നല്ലൊരു ഇതായിട്ട് ചുടാൻ പറ്റിയ ദോശൻ്റെ കല്ലെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ അതൊക്കെ റെഡിയായി. അപ്പോൾ ചെറുപയറിനുള്ള തേങ്ങ അരച്ചിട്ടാണ് വെക്കുക. അപ്പോൾ തേങ്ങക്ക് വേണ്ട മഞ്ഞളൊക്കെ ഇട്ട് മിക്സിയിൽ അരച്ചു. അപ്പോൾ അത് സമയം കൊണ്ട് നമ്മൾ ചെറുപയർ വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല ചെറുപയർ ഞാൻ രാത്രി പുതർത്തി വെക്കും. എന്താ വെച്ചാൽ നല്ലോണം വെന്ത് കിട്ടിയ ആ കറി നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവും. അപ്പം ഞാൻ ഇതിലിട്ടിട്ടത് ഉള്ളി, പച്ചമുളക്, തക്കാളി, വെളുത്തുള്ളി ഒക്കെ ഇട്ടിട്ടാണ് ഞാൻ വേഗം വെച്ചത്. അപ്പോൾ തേങ്ങ അരക്കാൻ ഇത്തിരി എന്താ പറയുക, ചെറിയ ജീരകം ഇടും, ചില സമയത്ത് ഇടുക, അങ്ങനെ എപ്പോഴും ഇടൂല. എന്താ വെച്ചാൽ ചില കുട്ടികൾക്കൊക്കെ അത്ര ഇഷ്ടപ്പെടില്ല. അപ്പം ഞാനത് എനിക്ക് ചില സമയം ഇടണമെന്ന് തോന്നിയാൽ മാത്രമേ ഞാൻ അങ്ങനെ ഇടൂ. അപ്പോൾ അതൊക്കെ റെഡിയാക്കി അങ്ങനെ തേങ്ങ അരച്ചതിന് ഒഴിച്ചിനു. അപ്പോൾ പിന്നില്ലേ, നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ ഇത്ര നേരം അത് വെച്ചിട്ട് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി വന്ന് ഗൈസ്. അപ്പോൾ വന്ന് നോക്കുന്നേരം എന്നിട്ടും ആ കറി വന്ന് തളിച്ചിട്ടില്ല. പിന്നെ നോക്കുന്നേരം ഗ്യാസ് തുറന്നിട്ടുണ്ട്, എന്താ പറയുക, നമ്മൾ കത്തിച്ചിട്ടില്ല, തീ കത്തിച്ചിട്ടില്ല. അതുകൊണ്ട് ഇതാക്കി പിന്നെ നോക്കുന്നേരം ഫുള്ള് സ്മെല്ലൊക്കെ വന്നിട്ട് എന്തോ ഭാഗ്യത്തിന് അപ്പുറത്ത് ഉള്ള തീ വന്ന് ഇപ്പറാകാത്ത. അങ്ങനെ നമ്മൾ അതിനുള്ള ചട്ടിയൊക്കെ കച്ച് അത് ഒഴിച്ചു. അങ്ങനെ ദോശ റെഡിയായി, എല്ലാവരും കഴിച്ച് കഴിച്ച്. ഇനി ഞാനേ ഉള്ളൂ കഴിക്കാൻ. അപ്പം ഞാൻ അങ്ങനെ ദോശയൊക്കെ കഴിച്ച് നല്ല അടിപൊളിയാണ്. ഈ ഇടയായിട്ട് ഈ ഗ്യാസിൻ്റെ പ്രശ്നമെന്ന് വെച്ചാൽ എന്നെക്കാണെങ്കിലും ഞാൻ ഇത്ര ദിവസം എന്താ വെച്ചാൽ ഞാനുള്ള ഏരിയയിലോ ദിവസം ഗ്യാസൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചാൽ അപ്പോൾ എല്ലാവർക്കും ഇതേപോലെ നമുക്ക് ഓർഡർ ചെയ്താൽ കിട്ടുമെന്ന്. ഞാൻ ഓർഡർ ചെയ്തതിന് എനിക്ക് അതാ ഒരു അലർട്ട് വരുന്നത്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സമയമായിട്ടില്ല എന്ന്, 2-ാം തീയതി ഒക്കെ ആകണമെന്ന്. അങ്ങനെ പിന്നെ 2-ാം തീയതി ഇപ്പോൾ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണെന്നറിയില്ല, വന്നാൽ കാണാം. അങ്ങനെ ഉച്ചക്ക് ഞാൻ പച്ചക്കറിയൊക്കെ വാങ്ങി. ഇന്ന് മീനൊന്നും കിട്ടിയില്ല. അപ്പോൾ ഇത്തിരി ചെമ്മീൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് ചെമ്മീനിട്ട് മുരിങ്ങക്കറി വെക്കാം. അതെൻ്റെ വീട്ടിലെ കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ മുരിങ്ങയും ചെമ്മീനൊക്കെ ഇട്ട് കറി വെച്ചു. അപ്പോൾ വെണ്ടയ്ക്കാണ് ഇന്ന് മുളകിട്ട കറി എന്തായാലും നിർബന്ധമാണ് നമ്മൾ വീട്ടിൽ. അതുകൊണ്ട് വെണ്ടയ്ക്ക മുളകിട്ട്, അപ്പോൾ എന്താ പറയുക, ഗ്രീൻ പീസ് അല്ല, എന്താ പറയുക അതിന്, ബീൻസ് വറവ് വെക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള കട്ട് ചെയ്തിട്ട് ഓൾറെഡി വെച്ചിന്. ആദ്യം തന്നെ നമുക്ക് വെണ്ടയ്ക്ക ഉണ്ടല്ലേ, ഈ വെണ്ടയ്ക്കൻ്റെ മുകളിൽ ഒരു ഇങ്ങനെ എന്താ പറയുക, അതിന് പറ്റിപ്പ് പോലത്തെ ഒന്നും ഉണ്ടാവില്ലേ, അത് പോകാൻ നല്ലോണം ഓയിലിൽ അങ്ങ് വാട്ടിയെടുത്ത് അതങ്ങ് പോകും ഗൈസ്. നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ ചെമ്മീൻ, അപ്പം ഞാൻ ഇതിൽ മാങ്ങ ഇടണമെന്ന് വെച്ചിന് ഇട്ടില്ല ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. മാങ്ങ മുരിങ്ങയും ഇട്ടുള്ള ചെമ്മീനിട്ടുള്ള കറി. ചെമ്മീൻ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ വറുത്തരയ്ക്കുന്നില്ല, സാധാരണ നോർമലി തന്നെ തേങ്ങ നമ്മൾ അരച്ചിട്ടാണ് ഇട്ടത്. അങ്ങനെ വെണ്ടയ്ക്കുള്ള പുളി ഇടണം, വെണ്ടയ്ക്ക മുളകിട്ടിന് അതൊക്കെ അങ്ങ് ഒഴിച്ചു. അപ്പോൾ അതങ്ങ് തിളക്കുന്ന സമയത്ത് നമ്മൾ ബീൻസ് വന്ന് വറക്കാമെന്ന് വിചാരിച്ചു, അതിട്ടു. അങ്ങനെ മുരിങ്ങക്കറി റെഡിയായി ഗൈസ്. അപ്പം നമ്മളത് കടുക് ഇതൊക്കെ വറുത്തിട്ട് അതിൻ്റെ ശേഷം സുനീർ പീടെ പോയിട്ടുണ്ടായിരുന്നു. അന്നേരം എനിക്കൊരു ഐസ്ക്രീം കൊണ്ടു തന്നു. അത് തിന്നുന്ന സമയത്ത് അപ്പുറത്ത് ഇമ്രാനുണ്ട്. ഇമ്രാൻ്റെ ഒക്കെ കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ എന്നെ നോക്കിയിട്ട് ഇങ്ങനെ കണ്ണൊക്കെ കാണിക്കുക. അപ്പോൾ ആ സമയത്ത് ഞാൻ പറഞ്ഞു വേണമെന്ന്. നമ്മൾ അങ്ങനെയല്ലേ, എത്ര നമ്മളെ കുട്ടികൾ കഴിച്ചാൽ നമുക്ക് അങ്ങനെ ഇറങ്ങൂലല്ലോ, അതങ്ങ് മോനിൽ കൊടുത്താൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയല്ല, അടുത്ത വീഡിയോ എടുക്കണം. ബൈ.